Good evening, children. How are you? ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അല്ലേ? എല്ലാവർക്കും സുഖാണ് അല്ലേ? ആണ്. ആക്ഷൻ കാണിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വർത്താനാ, ഭയങ്കര സൗണ്ടാ ഇവിടെ. നമുക്ക് ഇന്ന് ആദ്യം തന്നെ നമുക്കൊരു പരീക്ഷ ഉണ്ടെന്നാ പറഞ്ഞല്ലേ, എക്സാം ഉണ്ടല്ലേ? കാണാതെ എഴുതണമെന്നാ പറഞ്ഞേ. അമ്മയുടെ സഹായം ഇല്ലാതെ നമ്മൾ തന്നെ എഴുതണം, ബുക്കിലൊന്നും നോക്കാതെ. നമ്മുടെ നോട്ട് ബുക്ക് ഇല്ലേ, 2 ലൈൻ കോപ്പി, അതിന്റെ ബാക്ക് പേജിൽ നിങ്ങളുടെ പേരെഴുതണം ആദ്യം. പേരല്ല, ഇന്നത്തെ ഡേറ്റ്. പേര് വേണ്ട കേട്ടോ, ഡേറ്റ് എഴുതണം. ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ട് നിങ്ങൾ എഴുതണം ഇപ്പൊ തന്നെ. ഫസ്റ്റ് ആ എന്നുള്ള അക്ഷരം എഴുതണം. എഴുതിക്കോ. അമ്മ കൈ പിടിക്കൊന്നും വേണ്ട, ഇന്ന് നമ്മൾ കൊറേ എഴുതിയില്ലേ. തന്നെ എഴുതാം. ഞാൻ കാണുന്നുണ്ട് ഇവിടുന്ന്. നോക്കി എഴുതരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതാൻ നമുക്ക് കോങ്കണ്ണ് വരും. പിന്നെ സ്കൂളിൽ വരുമ്പം ഒരു കണ്ണ് അങ്ങോട്ടുണ്ടാവും അല്ലേ? നോക്കി എഴുതാൻ പാടില്ല. ബുക്കിൽ മാത്രം നോക്കി എഴുതിയേ. ആ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കണം മിസ്സിന്. ഓക്കെ, കുറച്ച് സ്ഥലം വിട്ടിട്ട് ആ ലൈനിൽ തന്നെ ഫസ്റ്റ് ലൈനിൽ എഴുതിയത് അടുത്ത അക്ഷരം ആ. നോട്ട് ബുക്കിന്റെ ബാക്ക് പേജിൽ ഇന്നത്തെ ഡേറ്റ് ഇടുക. ഫസ്റ്റ് ലെറ്റർ ആ, രണ്ടാമത്തത് ആ. കുറച്ച് സ്ഥലം വിട്ടിട്ട് ഇ. ഇ. ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ആരൊക്കെ എഴുതുന്നുണ്ട്, ആരുടെയൊക്കെ അമ്മ എഴുതുന്നുണ്ടെന്നൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർ കിട്ടില്ല, അപ്പൊ അമ്മയ്ക്കേ സ്റ്റാർ കിട്ടുള്ളൂ. എന്താ ജിയോണ, ഇഷ്ടപ്പെട്ടില്ലേ? ചിരിച്ചു മയക്കും അവളെന്നെ. ഇവിടെ ജിയോണ, ആൻഡ്രോസ്, എഡ്വിൻ, അഭിരാമി, ഗൗരി നന്ദ, നഹ്ല, ലക്ഷ്മിക്കുട്ടിയെ എഴുതിയോ? നോക്കി എഴുതുന്നുണ്ടോ സംശയമുണ്ടോ ലക്ഷ്മി? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. കൂട്ടുകാരൊക്കെ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. വൈഷ്ണവയെ പെട്ടെന്ന് എഴുതിക്കോ കേട്ടോ. നോട്ട് ബുക്കിന്റെ ബാക്ക് പേജ് എടുത്തിട്ട് അവിടെ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ട് ആദ്യത്തെ ലെറ്റർ ആ, രണ്ടാമത്തത് ആ, മൂന്നാമത്തെ അക്ഷരം ഈ. സ്പേസ് സ്ഥലം വിടണം കേട്ടോ. അടുത്ത അക്ഷരം ഈ. ഈ. അഭിരാമി ഫുൾ എഴുതിയാ? മിടുക്കി. ഫുൾ എഴുതിയെങ്കിൽ അമ്മയോട് വാട്സപ്പ് ചെയ്യാൻ പറയണം കേട്ടോ. ഗ്രൂപ്പിൽ ഇട്ടാ മതിയേ, മിസ്സിനല്ല, ഗ്രൂപ്പിലേക്ക് ഇടണം, UKG ഗ്രൂപ്പില്. ഈ എഴുതിയെങ്കിൽ അടുത്ത അക്ഷരം ഏതാ? ഓ. ഊ. അത് കഴിഞ്ഞാൽ ആരോമലേ, ആരോ എഴുതുന്നത്? അമ്മയാണോ? ഞാനാണോ എഴുതുന്നേ? കുഞ്ഞിന്റെ കയ്യിൽ പെൻസിലൊന്നും കാണുന്നില്ലല്ലോ. എഴുതി കഴിഞ്ഞോ? ആ എഴുതിക്കോ. ഊ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഊ. നസീം മുഹമ്മദ് നേരെ ഇരുന്ന് എഴുത്. ഊ കഴിഞ്ഞാൽ ഇർ. ജിയോണ എഴുതി കഴിഞ്ഞാ? മിടുക്കി. ഡേറ്റ് ഇട്ടില്ലേ ഇന്നത്തെ? ഇർ കഴിഞ്ഞാല് അടുത്ത ലൈനിൽ എഴുതിയാൽ മതി കേട്ടോ. ഇർ കഴിഞ്ഞിട്ട് താഴത്തെ ലൈനില് എ. താഴത്തെ ലൈനില് രണ്ടാമത്തെ ലൈനില് എ, അടുത്ത ലെറ്റർ ഐ. കുറച്ച് സ്ഥാനം വിടണം കേട്ടോ, കൂട്ടി കൂട്ടി എഴുതല്ലേ. എ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഐ.
ഐ കഴിഞ്ഞ അടുത്ത ലെറ്റർ ഓ. കഴിഞ്ഞു. എഴുതിയില്ലേ? അമ്മയോട് അത് പറഞ്ഞിട്ട് ആ ബുക്ക് അങ്ങോട്ട് അമ്മയ്ക്ക് കൊടുക്കുക. എന്നിട്ട് അമ്മയോട് എന്താ പറയണ്ടേ? നമ്മുടെ ക്ലാസ് കഴിഞ്ഞ പാടെ UKG ഗ്രൂപ്പില് നമുക്ക് 33 പാർട്ടിസിപ്പൻസ് ഉണ്ട്. 33 പേരും ഇത് ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. UKG ഗ്രൂപ്പിലോട്ട് പോസ്റ്റ് ചെയ്യാം. വാട്സപ്പ് ചെയ്യാത്തവരെ ഞാൻ അന്നേരം വിളിക്കും. ഞാൻ രാത്രി വിളിക്കും എല്ലാരും. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പ്രൈസ് വേണ്ടത്? സ്റ്റാർ വേണോ? എത്ര സ്റ്റാർ വേണം? നിങ്ങൾ തന്നെ പറഞ്ഞോ. എത്രയാ വേണ്ട അഭിരാമി? എന്താ വേണ്ടത്? ഫുൾ എഴുതിയവർക്ക് എന്താ വേണ്ടത്? നെയ്ജില് 5 സ്റ്റാർ കാണിക്കുന്നുണ്ട്. ആക്ഷൻ കാണിച്ചാൽ മതി ഇനി പറയാൻ പറ്റുന്നില്ലെങ്കിൽ. അഭിരാമി വർത്താനം പറയാൻ കുറച്ചൊരു മടിയാണെന്ന് തോന്നുന്നല്ലേ അഭിരാമി? മിണ്ടൂല? അതാണോ അവള് മിണ്ടാത്തത് അല്ലേ? ഓക്കെ, 5 സ്റ്റാറാ വേണ്ടെന്ന് പറഞ്ഞേ. ഫുള്ള് ശരിയാണെങ്കിൽ 5 സ്റ്റാർ. ഓക്കെ, ഉറപ്പിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത പഠിക്കാം. നോട്ട്ബുക്ക് അടച്ചു വെച്ചോ. അമ്മയ്ക്ക് കൊടുത്തേട്ടാ. അമ്മ പഠിച്ചോന്ന് പറ. ഇന്ന് മിസ്സിന് ബുക്കില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തേ. നമ്മൾ ഓ വരെ പഠിച്ചു അല്ലേ? അടുത്തത് ഔ. ഔ എങ്ങനെ എഴുതും? എങ്ങനെയാ ഔ എഴുതുക? ഓ എഴുതിയിട്ട് മുകളിൽ ഒരു വര കൂടെ വേണം അല്ലേ? ഔ. കണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കണ്ടോ? ഔ. ഔ സേ ഔരത്. ഔ സേ ഔരത്. ഔ സേ ഔജാർ. ഔ സേ ഔഷധി. ലിസൺ ഹിയർ. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ. നസീം മുഹമ്മദ് എന്താ അവിടെ ചെയ്യുന്നേ? ടെക്സ്റ്റ് ബുക്ക് എവിടെ? കൈവിരലുകൊണ്ട് തൊട്ട് വായിച്ചേ നിങ്ങള്. ഏതായിരുന്നു അക്ഷരം? ഔ. ഔ സേ ഔരത്. എന്താ ഔരത്ത് എന്ന് പറഞ്ഞാല്? അവിടെ ഒരു അമ്മയുടെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ഔരത്ത് എന്ന് പറഞ്ഞാല് വുമൺ, സ്ത്രീ. അമ്മ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. ഔരത്ത്. ഔ സേ ഔരത്ത്. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ അവിടെ നിന്ന് ഉറക്കെ. കാശിനാഥിന്റെ കുഞ്ഞുമാവയാണോ പഠിക്കുന്നേ? വാവേ, ചേട്ടാന് പഠിക്കാൻ വിടുന്നില്ല. അവൻ അവിടെ ബുദ്ധിമുട്ട. ഔ സേ ഔരത്. ആൻഡ്രോസിന്റെ കുഞ്ഞു അനിയന്മാരൊക്കെ ഇവിടെ പോയി? അവരെ മുറിക്കകത്തിട്ട് അടച്ചു പൂട്ടിയാ? നമ്മുടെ ആൻഡ്രോസിന് 2 കുഞ്ഞാവയുണ്ട്, കുഞ്ഞനിയന്മാരുണ്ട്. അപ്പൊ അവളെന്താ ചെയ്തേ? അവരങ്ങോട്ട് മാറ്റി നിർത്തി അല്ലേ? നമുക്ക് നന്നായിട്ട് പഠിക്കണ്ടേ? അതെ. ഔ സേ ഔരത്. ഔ സേ ഔജാർ. എന്താ ഔജാർ എന്ന് പറഞ്ഞാല്? ഔജാർ എന്ന് പറഞ്ഞാല് ടൂൾസ്. നമുക്ക് പണിക്കൊക്കെ എടുക്കുന്ന കണ്ടില്ലേ നിങ്ങള്? എന്താ അവിടെ കാണുന്നത്? കുറെ ടൂൾസ്, ഉപകരണങ്ങൾ അല്ലെ? പണിയെടുക്കാൻ വേണ്ട ഉപകരണങ്ങൾ എന്തൊക്കെയുണ്ട് അവിടെ? സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഹാമർ ഉണ്ട്, പിന്നെ എന്തായിരുന്നു നമ്മുടെ ആശാരി പണിക്കാരൊക്കെ എടുക്കുന്നല്ലേ? നിങ്ങൾ എടുക്കാറുണ്ടോ ഇതൊക്കെ? നിങ്ങൾ സ്ക്രൂ ഡ്രൈവർ എടുക്കാറില്ലേ? ഉണ്ട്, എനിക്കറിയാം. എന്നിട്ട് കുറെ പേര് ഞാൻ പറയുന്നില്ല, പറയുമ്പോ നിങ്ങൾ പോയിട്ട് അത് പരീക്ഷിച്ചു നോക്കും. അതുകൊണ്ട് പറയുന്നില്ല. ഇങ്ങനത്തെ ഉപകരണങ്ങളൊന്നും നമുക്ക് വേണ്ട അല്ലെ? നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? ഇപ്പൊ കുറെ കളിപ്പാട്ടങ്ങൾ വേണം, പെൻസിൽ വേണം, ഇറേസർ വേണം അല്ലെ? ഈ ടൂൾസ് ഒന്നും നമുക്ക് വേണ്ട. ഇവിടെ നമ്മുടെ കുറെ കൃഷിക്കാരുണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ. അറിയോ നിങ്ങൾക്ക്? പറമ്പില് കിളക്കും. എന്തൊക്കെയാ അവരുടെ കയ്യിലുണ്ടാവും? മൺവെട്ടി ഉണ്ടാവും, പിന്നെ എന്തായിരുന്നു, കത്തി ഉണ്ടാവും. ഇതൊക്കെ എടുത്തിട്ട് നടക്കുന്നവരുണ്ട്, എനിക്കറിയാം. ഇവരൊക്കെ കൃഷിക്കാരാ.
അപ്പം ഇത് നമുക്ക് വേണ്ട അല്ലെ, പണിയെടുക്കുന്നവർക്ക്. ഔസേ ഔജാർ. നെക്സ്റ്റ് എന്താ? ഔസേ ഔഷധി. എന്താ ഔഷധി പറഞ്ഞാല്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അല്ലെ, അസുഖം വരുമ്പോ നിങ്ങൾ കുടിക്കുന്ന സാധനം. ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? മരുന്ന് ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് ഇപ്പൊ മിസ്സിനുണ്ടല്ലോ, മിസ്സിന് ഈ മരുന്നും ഇഞ്ചക്ഷനൊക്കെ കണ്ട ഭയങ്കര പേടിയാ. ആണ്, ഇഞ്ചക്ഷനൊക്കെ കണ്ട ഞാൻ പേടിച്ച് കരയും. നിങ്ങളോ? മരുന്ന് കുടിക്കാൻ ഇഷ്ടമല്ല. എന്തൊരു കയ്പല്ലേ മരുന്നിന്. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയുന്നു. എന്ത് കുട്ടികളാ നിങ്ങള്? ഔഷധി അല്ലെ? ഔസേ ഔഷധി. അണ്ടെ എനിക്ക് കൂട്ടുണ്ട്, നെയ്ജില് പറയുന്നുണ്ട് അവന് ഇഷ്ടമല്ലാന്ന്. അസുഖം വന്നാ മരുന്ന് കുടിക്കാതെ മാറുവോ? മരുന്ന് കുടിക്കണല്ലേ? ഓക്കെ. എന്താ നഹില ഫാത്തിമ, ഇഷ്ടമില്ലേ? പിന്നെ എങ്ങനെയാ അസുഖം മാറുക? വായിച്ചോ ഒന്നൂടെ. ഔസേ ഔരത്, ഔസേ ഓഖലി. എന്താ എല്ലാരും എന്നെ നോക്കുന്നേ? ഔസേ ഓഖലി അല്ലേ? നോ നോ നോ. ഔസേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മിസ് തെറ്റിച്ച് പറഞ്ഞ. മിസ്സിന് എപ്പോഴും ഇങ്ങനെ ഉണ്ട് കേട്ടോ, മിസ് തെറ്റിച്ച് പറയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഔസേ എന്തായിരുന്നു? ഔരത്. ഓളപ്പിസേ ഔസേ ഔജാർ, ഔസേ ഔഷധി. ഒന്നുകൂടെ. ഔസേ ഔരത്, ഔസേ ഔജാർ, ഔസേ ഔഷധി. ഔസേ ഔരത്. വൺസ് മോർ. ഔസേ ഔരത്, ഔസേ ഔജാർ, ഔസേ ഔഷധി. നമ്മൾ കുറച്ചുകൂടെ പഠിക്കാൻ പോവാ. പേജ് ഫുൾ ഇന്ന് പഠിക്കാൻ പോവാ. ഈസിയാണ് കേട്ടോ. അതുപോലെ അക്ഷരദീപത്തിൽ എഴുതണം. നമുക്ക് കുറച്ചധികം പഠിക്കേണ്ടതുണ്ട് ഇനി. ഇപ്പൊ ഈസി ആയില്ല എഴുതാൻ. ഇനി 2-3 അക്ഷരമൊക്കെ ഒന്നിച്ച് എഴുതാൻ പറ്റും. അടുത്ത നോക്കി, അതിന്റെ താഴെ എന്താ അക്ഷരം? ആ എഴുതിയിട്ട് മുകളിൽ ഒരു കുത്തല്ലേ, ഒരു ഡോട്ട് ഉണ്ട് അവിടെ. എന്താ വായിക്കുക? അം. അം എന്ന് പറഞ്ഞാല് അംസേ അങ്കൂർ. അവിടെ നോക്കിയാ അങ്കൂർ എന്ന് പറഞ്ഞ എന്താ? ഗ്രേപ്സ്. ആയി, മുന്തിരി അല്ലേ? അംസേ അങ്കൂർ. ഒളപ്പിസേ അംസേ അങ്കൂർ. നെക്സ്റ്റ് നോക്കിക്കോ. അംസേ അണ്ട. എന്താ അണ്ട എന്ന് പറഞ്ഞാല്? എഗ് അല്ലേ? അംസേ അങ്കൂഠി. വൺസ് മോർ. അംസേ അങ്കൂർ. വൺസ് മോർ സേ. അംസേ അണ്ട, അംസേ അങ്കൂഠി. അതിന്റെ താഴെ ഒരു അക്ഷരം കണ്ടോ നിങ്ങള്? ആന്ന് എഴുതി കണ്ടോ? ഒരു റൗണ്ട് വട്ടത്തിൽ എഴുതിയുണ്ടോ? അതാണ് ആ. ആ എഴുതിട്ട് 2 കുത്തല്ലേ? ആ. ഒന്നൂടെ. ഔസേ ഔരത്. ഞാൻ ഒരാളെ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആരാണ് പെട്ടെന്ന് സ്പീഡിൽ പറയാ? ആരെങ്കിലും പറയോ? സ്പീഡിൽ പറയോ? പ്ലീസ് അൺമ്യൂട്ട്. പറയൂലെന്ന് പറയുന്നവരെ മിസ് വിളിക്കും. ആരോമൽ പറയില്ല എന്ന് അവനെ വിളിക്കാം കേട്ടോ നമുക്ക്. ആരോമൽ വായിച്ചോ. പറയൂലെന്ന് പറയുന്നവരെ മിസ് ആദ്യം വിളിക്കും. വായിച്ചോ. ഔസേ ഔരത്. മിസ് വായിക്കുന്ന കേട്ട് വായിക്കുക. എല്ലാരും വായിക്കണം. ഔസേ ഔജാർ, ഔസേ ഔജാർ, ഔസേ ഔഷധി. ഔഷേ ഔഷധി. ഔഷേ നല്ലടാ. ഔസേ ഔസേ ഔഷധി.
औषधि नेक्स्ट अम से अंगूर अम से अंगूर अम से अंडा अम से अंडा अम से अंगूठी अम से अंगूठी അടുത്ത അക്ഷരം എന്താണ് ആ आ ഇനി ആരാണ് വായിക്കാൻ റെഡി അല്ലാത്തവര് വായിക്കാൻ റെഡി അല്ലാത്തവർ ജസ്വൽ ബിനുവിന് റെഡി അല്ലാന്ന് അവന് വായിക്കണ്ടാന്ന് നെയ്ജലിനെ വിളിക്കാം ജസ്വൽ പ്ലീസ് അൺമ്യൂട്ട് മടിയുള്ളവരെ നമ്മൾ ഫസ്റ്റ് വിളിക്കുവേ കൂട്ടുകാരെ ശ്രദ്ധിച്ചോ ജസ്വൽ പ്ലീസ് അൺമ്യൂട്ട് പറഞ്ഞോ ഔസേ ഔരത് औसे औरत ഔസേ എന്തായിരുന്നു ഔജാർ औजार ഔസേ അങ്കൂർ എന്താണ് ഔസേ ഔഷധി औसे ഔഷധി औषधि അംസേ അങ്കൂർ अम से अंगूर അംസേ അണ്ട अम से अंडा അംസേ അങ്കൂടി अम से अंगूठी ലാസ്റ്റ് കാണുന്ന അക്ഷരം എന്താണ് ആ റൗണ്ടിനകത്തുള്ളത് आ അവിടെ ആരോടും കൂടിയില്ലേ ജസ്വലിന്റെ അടുത്ത് ആരോണില്ല എവിടെ പോയി അവൻ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ എന്താണ് ഇടുക്കിയില് നാട്ടിലോട്ട് വന്നിരിക്കുക ആര് ജസ്വല് നാട്ടിലോട്ട് വന്നിരിക്കുവാണോ സത്യം പറഞ്ഞു നിങ്ങൾ കൊറോണനെ പേടിച്ചിട്ട് പോയതല്ലേ ഇടുക്കിയിലോട്ട് അതെ അതാണ് നമ്മുടെ ഇവിടെ പാടിച്ചാലും ചുണ്ടയിലൊക്കെ കൊറോണ വന്നപ്പോ ഇവര് ഇടുക്കിയിലോട്ട് താമസം മാറ്റി അത് ശരിയല്ല ജസ്വല് ഇവിടെ കൂടെ നിക്കണ്ടേ ഉണ്ടോ അവിടെ ഉണ്ട് എന്നാ നമുക്ക് സമാധാനമായി അല്ലേ അല്ലേ എഡ്വിനെ അവിടെ ഉണ്ടെന്ന് ആയിക്കോട്ടെ എന്നാ നിങ്ങൾ അവിടെ നിന്നോട്ടോ ഇനി ആരാണ് വായിക്കാൻ തയ്യാറല്ലാത്തവര് നെയ്ജലായിരുന്നു മടി പറഞ്ഞത് കേട്ടോ നെയ്ജലിനെ വിളിക്കാം നമുക്ക് നെയ്ജൽ അമ്പടാ നിന്നെ നെയ്ജൽ നെയ്ജൽ പോയോ വേഗം പറഞ്ഞു അല്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കും നസീം മുഹമ്മദിന് മടിയുണ്ടല്ലേ ഞാൻ വിളിക്കാം നെയ്ജൽ പ്ലീസ് അൺമ്യൂട്ട് മിസ് ഇപ്പൊ കുറച്ച് പേരെ വിളിക്കുന്നില്ലേ അതെന്തിനാന്നറിയോ ബാക്കിയുള്ളവരുടെ കൂടെ വായിക്കണം കേട്ടോ കൊറേ പ്രാവശ്യം പറയുമ്പോ നിങ്ങൾ എല്ലാവരും ബൈഹാർട്ട് ആയിക്കോളൂ അതുകൊണ്ടാ കേട്ടോ നെയ്ജൽ പറയുന്ന അനുസരിക്ക് വായിച്ചോ ഞാൻ വിളിച്ചവരുടെ പേര് എഴുതി വെക്കുന്നുണ്ട് അൺമ്യൂട്ട് ആവുന്നില്ല നെയ്ജലിന് ഓക്കെ നോക്കട്ടെ പറഞ്ഞോ പോയില്ലേ അൺമ്യൂട്ട് ചെയ്തേ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ഔസേ ഔരത് വായിച്ചോ औसे औरत औसे औजार औसे औसे औषधि अम से अंगूर अम से अंगूर अम से अंडा अम से अंडा अम से अंगूठी ഓക്കെ ഗുഡ് നല്ല മടിയുണ്ടല്ലേ നെയ്ജിലെ ഏയ് കാസ്യ കബൂത്തർ ഞാൻ പഠിപ്പിച്ചോ പഠിപ്പിച്ചോ അതൊക്കെ നെക്സ്റ്റ് നസീം औसे औरत औसे औजार औजार औसे औषधि
हमसे अंगूर हमसे अंडा हमसे अंगूठी ഓക്കെ ഗുഡ്. അപ്പൊ എല്ലാരും എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിലും ഇത് എഴുതണം. അക്ഷരദീപത്തിൽ നിങ്ങൾ ഏതൊക്കെ എഴുതേണ്ടത്? ഔ, അം, ആ. അം ആ എന്നുള്ളത് പേജിൽ ഹാഫ് പേജ് അങ്ങനെ ഉള്ളൂ തോന്നുന്നത്. അപ്പൊ സമയം എടുത്ത് എഴുതിക്കോ കേട്ടോ. അടുത്ത ആഴ്ച വരെ ടൈം ഇടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എഴുതിയാല് അതൊന്ന് പോസ്റ്റ് ചെയ്യണം ഗ്രൂപ്പിൽ കേട്ടോ. അടുത്ത ബുധനാഴ്ച വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. ബുധനാഴ്ച അല്ല, ചൊവ്വാഴ്ച വരെ ടൈം ഉണ്ട്. ഇനി അടിച്ചും പിടിച്ചൊന്നും എഴുതിക്കണ്ട. അവർക്ക് താല്പര്യമുള്ള സമയത്ത് എഴുതിക്കുക നല്ല വൃത്തിയായിട്ട്. നമ്മൾ വീടുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ വീടുകളിൽ പോയി ഇവിടെ വരുന്നതിന് മുമ്പേ. ഇന്നിപ്പം കുട്ടികള് ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പം പേരൻസ് ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളുടെ ബുക്കൊക്കെ നന്നായിട്ട് ഒന്ന് പേരൊക്കെ എഴുതി കവർ ചെയ്ത് വെക്കുക. നമ്മൾ വിളിച്ചിട്ടൊന്നും വരുന്നതല്ല. നിങ്ങളെ അറിയിക്കാതെയൊക്കെ ആയിരിക്കും നമ്മൾ സമയം കിട്ടുമ്പോൾ വരും വീട്ടിലോട്ട്. അപ്പം ബുക്കൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യാൻ സമയം കിട്ടില്ല, നമ്മൾ ബുക്കൊക്കെ എടുത്ത് സ്കൂളിലോട്ട് വരും. അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണ്ടേ? നിങ്ങള് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കൊടുക്കണം കുട്ടികൾക്ക്. അവരെ കൊണ്ട് തന്നെ എഴുതിക്കുക. ഇനി തന്നെ എഴുതിക്കോളും. ഇനി ടഫായ അക്ഷരങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ സ്വരാക്ഷരങ്ങൾ നമ്മൾ ഫുള്ളായി. ഇനി അതൊന്ന് നന്നായിട്ട് എഴുതിയിട്ട് ഒരു 4-5 പേജെങ്കിലും നമുക്കത് എഴുതിക്കണം. എന്നാലേ ആ സ്വരാക്ഷരങ്ങൾ തറവായിട്ട് പഠിക്കുള്ളൂ. അപ്പൊ ഇന്ന് ഓ വരെ പഠിച്ചു കഴിഞ്ഞ ആഴ്ച വരെ അല്ലെ. ഇന്ന് ഔ, അം, ആ. അം, ആ ഈസിയാണ്. അതുകൊണ്ടാണ് 3 അക്ഷരം ഒന്നിച്ച് തന്നത്. ഇനി ഓരോ അക്ഷരമായിട്ട് പോകുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ തീരില്ല. വ്യഞ്ജനാക്ഷരങ്ങൾ ഫുള്ളുണ്ട്, കൂട്ടക്ഷരങ്ങളും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇപ്പം നമുക്ക് അടുത്ത എക്സാം ആകുമ്പോഴേക്കും നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ പകുതി വരെ എടുക്കണം. അപ്പം ഈ 3 അക്ഷരങ്ങളൊന്ന് എഴുതിക്കാം. അം, ആ എന്നുള്ള അക്ഷരം നിങ്ങൾ നോട്ട് ബുക്കിൽ ഒരു ഹാഫ് പേജ് എഴുതിച്ചാൽ മതി. എന്നപ്പോ തന്നെ പഠിച്ചോളും. അപ്പൊ ആ ഡോട്ട് ഇടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോട്ട് ഇടുന്ന കാര്യം മറക്കാൻ പാടില്ല. അന്ന് എഴുതുമ്പോൾ മുകളിലത്തെ ഡോട്ട് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അറിയില്ല അത്. അതുപോലെ ആ എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ 2 ഡോട്ട് ഉണ്ട്, അതും ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വർക്ക് അക്ഷരദീപത്തിൽ 3 വർക്ക് വരുന്നുണ്ട് അല്ലെ. പെട്ടെന്ന് എഴുതിക്കോളൂ. ആ എന്നുള്ള അക്ഷരം അല്ലേ. പിന്നെ നോട്ട് ബുക്കിൽ ഔ എന്നുള്ള അക്ഷരം ഒരു പേജ് എഴുതുക. അം, ആ എന്നുള്ളത് ഹാഫ് എഴുതിയാൽ മതി. അം ഹാഫ് പേജ് എഴുതുക. അതിന്റെ താഴെ ആ എന്നുള്ളത്. ഒത്തിരി എഴുതി പേടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. ടഫായ അക്ഷരമല്ലല്ലോ. അപ്പൊ അത് ആയി. അക്ഷരദീപത്തിലെ നോട്ട് ബുക്കിൽ എഴുതേണ്ട കാര്യം ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനിയിപ്പം കുട്ടികൾ വായിക്കാനുള്ളവര് വായിച്ചോ. ഇനി ആരാണ് വായിക്കാൻ താല്പര്യമുള്ളവര്? ഇഷാൻ ഉണ്ടല്ലേ. ഓരോരുത്തരെ വിളിക്കാം. ഇന്ന് പറ്റുന്നത്രയും പേര് വിളിക്കാം. ബാക്കി അടുത്ത ആഴ്ച വിളിക്കാം കേട്ടോ. ഇഷാൻ. ഓക്കെ, വായിച്ചോളൂ. औ से औरत औ से औजार औ से औषधि अम से अंगूर अम से अंडा अम से अंगूठी आ. Okay, very good. Next, Ania Rose. Ania Rose, please unmute. അമ്മ ഇല്ലേ അടുത്ത്? അൺമ്യൂട്ട് ചെയ്ത മോളെ. ഓക്കെ, വായിച്ചോ. ഓക്കെ, ഗുഡ്. അനയുടെ അമ്മയുണ്ടോ അടുത്ത്? മിസ് ഒന്ന് കാണട്ടെ. അനയ്ക്ക് സംസാരിക്കുമ്പോ ഇങ്ങനെ ഒരു ഒഴുക്കം പറ്റില്ല അല്ലെ. സ്പൂഡായിട്ട് വരുന്നില്ല. സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് അറിയാം, ക്ലാസ്സിൽ അറിയുന്നതാണ്. ഒന്ന് വായിച്ച് നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ആയി കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അംന ഫാത്തിമ, നന്നായിട്ടുണ്ട് കേട്ടോ അനയ.
വായിക്കണം കേട്ടോ അനയ. ഗുഡ്. അംന ഫാത്തിമ. വായിച്ചോളൂ. നമ്മുടെ ടൈം തീരാൻ പോണ എടുക്കണം. വേഗം വായിച്ചോ. ഔഷേ ഔസേ ഔരത് ഔഷധി ഔഷധി അങ്കു അംസേ ഉണ്ടാന്നാണ് അംസേ അണ്ട. അംന ഫാത്തിമ അംസേ അണ്ട. ആ നമ്മളുണ്ടല്ലോ വായിച്ചോ. അങ്കൂട്ടിയല്ല അങ്കൂടി. പിന്നെ പേരൻസ് എല്ലാരും ഉണ്ടല്ലോ അല്ലെ, ക്ലാസ്സിലാണെങ്കിലുണ്ടല്ലോ ഇവര് നല്ല രസമാണ് ഇവരുടെ വായിക്കുന്ന കേൾക്കാം. ഇതൊന്നുമല്ല അവര് വായിക്കുന്നത്, നമ്മൾ പറയുന്ന അക്ഷരവും വായിക്കുന്ന വാക്കൊക്കെ ഭയങ്കര രസമാണ്, ചിരിച്ചു. അതേപോലെയാണ്. അംന വെരി ഗുഡ്. യു കെ ജി കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോ നല്ല രസമല്ലേ, പാവം കുട്ടികള്. പേര് വിളിക്കട്ടെ ഇന്ന് പ്രസന്റ് പറയണം കേട്ടോ. ബാക്കിയുള്ളവരെ അടുത്ത ആഴ്ച വിളിക്കേ. ജസ്വൽ, ക്രിസ്റ്റി ജോസഫ്. ക്രിസ്റ്റി, നമ്മുടെ ക്രിസ്റ്റി ജോസഫ് ഉണ്ട് ഇവിടെ കേട്ടോ. കഴിഞ്ഞ ദിവസം മാമോദിസയ്ക്ക് വിളിച്ച് നമ്മൾ പോയില്ലല്ലോ. നിങ്ങൾ ആരും എന്ത് പോവാത്തത്? മിസ്സിനെ ആരും വിളിച്ചില്ല. നമ്മുടെ അന്ന റോസ് ഇവിടെ, ആൻഡ്രോസ്, അന്ന റോസ് അല്ലേ. ക്രിസ്റ്റി ആരോടും കൂട്ടുകൂടണ്ട കേട്ടോ. ഇവരാരും വന്നില്ല, എല്ലാരും പറ്റിച്ചു ക്രിസ്റ്റീനെ. അവൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കൂട്ടുകാരെ നോക്കിയിട്ട്. എന്താ നിങ്ങൾ ആരും പോവാത്തത്? പറഞ്ഞു പറ്റിക്കല്ലേ ആൻഡ്രോസ്. പാവം ക്രിസ്റ്റി അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവൻ. ഗൗരി നന്ദ പ്രസന്റ് പറയണം കേട്ടോ. ശ്രീഷ്ണ, പാർവണ, ഷൻസ, ഭവിക, അർജുൻ രാജേഷ്, ഇഷാൻ, പിയോണ, അഭിരാമി, ലക്ഷ്മി, അന്ന ഗ്രേസ്. നമ്മുടെ അന്ന ഗ്രേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവള് റെഡി ആയിട്ട് മിസ്സിനെ വിളിച്ചു. മിസ് കൊണ്ടുപോയോ? അതുമില്ല, അവളെയും പറ്റിച്ചു അല്ലെ അന്ന ഗ്രേസ്. അനയ റോസ് കൂട്ടുകൂടണ്ട കേട്ടോ. ക്രിസ്റ്റി ആരോടും കൂട്ടുകൂടണ്ട. ആരോമൽ, നെയ്ജൽ, നസീം, ജസ്വിൻ, സിജോ. ജസ്വിൻ എപ്പോ വന്നു ക്ലാസ്സില്? ജസ്വിനെ ഇത് ലാസ്റ്റ് ആണോ വന്നേ? അംന, ഇലോൺ, ഉല്ലാസ്, നഹ്ല, ജിയോണ, ദേവപ്രിയ. ഇനി ആരാണ് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സില്? ഉണ്ടല്ലേ. ജിയോണനെ വിളിച്ച മോളെ. ഇനി ആരാണ്? ഇനിയുണ്ട് കുറെ പേരുണ്ടല്ലേ. ഏഞ്ചൽ, വൈഷ്ണവ്. വൈഷ്ണവേ നീ എപ്പോ വന്നു? കണ്ടില്ലല്ലോ. ഹായ് വൈഷ്ണവ്. ശ്രീഷ്ണനെ വിളിച്ചില്ല. ധ്യാൻ, കുറെ പേരെ മിസ് കണ്ടില്ല. ധ്യാൻ, കാശിനാഥ് അടുത്ത ആഴ്ച കാണാം കേട്ടോ. ഗോഡ്വിൻ, ഗോഡ്വിനെ നീ എപ്പോ വന്നടാ? മിസ് കണ്ടില്ലടാ, സോറി ട്ടാ. കാശിനാഥ്, കാശിനാഥൊക്കെ ഉണ്ടായിരുന്നല്ലേ ക്ലാസ്സില്. മഹദിയ, മഹദിയക്ക് റേഞ്ച് ഇല്ല. ക്രിസ്റ്റോ ജോൺ, സർഗ. എഡ്വിൻ അവിടെ കൈ ഉയർത്തിയിട്ട് മടുത്തിരിക്കുക. എഡ്വിൻ ജോസഫ് കണ്ടു. ഷാമിൽ. എന്താ കുട്ടികള്? പാർവണനെ വിളിച്ചില്ലേടി? പാർവണ, ഷൻസ. എന്തായിരുന്നു? ഷൻസ സിയാനല്ലേ. ഇനി ആരെ വിളിക്കാത്ത? അലോൺ ജോസഫ്, സമജ്ന. എല്ലാരും ആയില്ലേ?
37 കുട്ടികളുണ്ടായിരുന്നു. അലോനെ വിളിച്ചു മോനെ, അലോനെ വിളിച്ചു ബെഞ്ചിന്. നൈജലിനെ വിളിച്ചില്ലേ? എന്താ ഒരു വിഷമം? വിളിച്ചു. ജസ്വിനെ മോൻ എന്താ ലാസ്റ്റ് ആണോ കേറിയേ? നമ്മുടെ ജസ്വിൻ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം മിസ്സിന്റെ ക്ലാസ്സിലായിരുന്നു, പുളിങ്ങത്തുള്ള കുട്ടിയാ. അവനുണ്ടല്ലോ, അവന് ഇഷ്ടം വരും കയ്യെ പിടിച്ച് കടിക്കും അവന്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ചോദിച്ചു എന്തിനാടാ കടിച്ചത് മിസ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കടിച്ചതാന്ന്. ജസ്വിനെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അതെ ജസ്വിനെ, നമ്മുടെ UKG ക്ലാസ് തീരാൻ പോകും, ഒരു ക്ലാസ് അല്ലേ ഉള്ളു. എനിക്ക് ഭയങ്കര സങ്കടമാവുന്നു കുട്ടിയുടെ അടുത്ത് പോവാൻ. ക്ലാസ് തീർന്നു, 3 മിനിറ്റേ ഉള്ളൂ. ആരോമൽ എന്താണ് കൈ കാണിക്കുന്നത്? ആരോമൽ പ്ലീസ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ എന്താണ്? മിസ്സേ ഈ ആവരില്ലേ? അതെ, ആവരി അത് എഴുതണോ? അതും എഴുതണം. എഴുതണം. നോട്ട് ബുക്കിൽ എഴുതുമ്പോഴും ആന്നുള്ളത് പകുതി വെച്ച് എഴുതിയാൽ മതി കേട്ടോ. ലക്ഷ്മി അഭിലാഷിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ. ലക്ഷ്മി നീ എപ്പോ വന്നു? വേഗം ഒന്ന് പറഞ്ഞേ ലക്ഷ്മി. ലക്ഷ്മി ഉണ്ടല്ലോ, കൊറോണനെ പേടിച്ച് അവള് നാട്ടിൽ പോയി അല്ലേ ലക്ഷ്മി? കൂട്ടുകാർ കേൾക്കണേ, കൊറേ പേര് കൊറോണനെ പേടിച്ച് പാടിച്ചാൽ ഇന്ന് വേറെ രാജ്യത്തോട്ട് പോയി എന്നാ പറയുന്നത് അല്ലേ ലക്ഷ്മി? നീ എവിടെ പോയതാ? അതെ, അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ പോവാൻ പാടുണ്ടോ? അമ്മനെ വിട്ടിട്ട് പോവാൻ പാടുണ്ടോ നമ്മള്? നിങ്ങൾ ആരെങ്കിലും അമ്മ നല്ല കരച്ചിലായിരുന്നു. ഹായ് പറയട്ടെ. നഹില ഫാത്തിമ നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് അവളോട്. പോണോ നമ്മൾക്ക്? ഓക്ക് കളിക്കാൻ പോണ്ട തിരക്കാ മിസ്സേ. ആണോ? അത് ശരി. ഇത് കഴിഞ്ഞ പാട് അങ്ങോട്ട് ഓടാനാ. പുറത്ത് പോയി കളിക്കണ്ട കേട്ടോ. രാവിലെ അങ്ങോട്ട് പോകും, വൈകുന്നേരം ഇങ്ങോട്ട് വരും. ആരാ പിടിക്കുന്ന പുറത്ത് പോയാല്? ആരോ ആരാണ്? കൊറോണ പിടിക്കും അല്ലേ ആൻഡ്രോസ്? പുറത്ത് പോയാല് കൊറോണ പിടിക്കും. നെയ്ജല് എന്തോ ഒരു വിഷമം പോലെ. നെയ്ജല് ഒരു വിഷമിച്ചിരിക്കുക. ക്ലാസ് തീരുന്നോണ്ടാണ് അവന്. ദേവപ്രിയ നല്ല ഡാൻസിലാ. ഓക്കെ, ബൈ പറയാണ്. ബൈ, സീ യു. ഹോംവർക്കൊക്കെ ചെയ്യാട്ടോ. ബൈ.